മിന്നു, ഈ പപ്പയെ കൊണ്ട് സഹിക്കാൻ വയ്യല്ലോ. സത്യം കേട്ടോ, മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഫുൾ പോക്കാണ്. ഇതിപ്പോ നമ്മളെക്കാളും ചെറുതായെന്നാണ് പപ്പയുടെ ധാരണ. സത്യം. ഇതെങ്ങനെ മാറി ഈ തലമുടി? മൊട്ടത്തലയും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നാണമില്ലടാ. കാര്യം രസകരമായിട്ട് നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിലൊന്നായിരുന്നു ക്യൂട്ടീസ് ഇന്റർനാഷണൽ വരിക എന്നുള്ളത്. നമ്മൾ ആദ്യം ഇതിങ്ങനെ പൊഴിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നെറ്റ് കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ടൊരു ടെൻഷൻ വരുമല്ലോ. നമ്മുടെ കോൺഫിഡൻസ് പോവും, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഞാനാണെങ്കിൽ ഒരിച്ചിരി കൂടുതൽ സെൻസിറ്റീവാണ്, വല്ലാത്ത സങ്കടത്തിലായിരിക്കും. അവിടെ നിന്നാണ് ഈ അകത്തിരിക്കാൻ പോകുന്ന, നമ്മൾ കാണാൻ പോകുന്ന മനുഷ്യനെ ഞാൻ പരിചയപ്പെടുന്നത്. എല്ലാത്തിൻ്റെയും റീസൺ ഇതായി നിൽക്കുന്ന മനുഷ്യനാണ് കേട്ടോ. ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരു ദിവസം ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടു, കളി മാറി, കഥ മാറി. ഒരുപാട് ഇഷ്ടം ഡോക്ടർ, ഒരുപാട് സന്തോഷം. പറഞ്ഞ പോലെ നിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ മനസ്സ് കാണിച്ചതും വലിയൊരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മൾ എവിടെ ചെയ്യുന്നു എന്നുള്ളതിലല്ല, അതാര് ചെയ്യുന്നു എന്നുള്ളതിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ തൊട്ടാൽ ആള് മാറും. അതിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലെ ആരാണെങ്കിലും അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇതൊരു മൈൻഡ് ടച്ചിങ് വർക്കാണ്. പറഞ്ഞ പോലെ ആർക്കും ചെയ്യാം, എവിടെയും ചെയ്യാം. നിങ്ങളെ ശരീരത്തിൽ നിന്ന് മുടിയെടുത്ത് എവിടെ വെച്ചാലും ഈ മുടി വളരുന്നതാണ്. പക്ഷെ വെക്കുന്ന രീതിയിൽ ആസ് എ ഡ്രോയിങ് ഒരു ചിത്രം വരയ്ക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇത് നല്ലപോലെ കൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ നല്ലപോലെ കിട്ടും. യു ഹാവ് വെരി ഗുഡ് ഹെയർ. ബാക്കിലെ മുടി നല്ലതായതുകൊണ്ട് നല്ല പോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. അതിന് നാച്ചുറാലിറ്റി എത്രത്തോളം കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ബെസ്റ്റായിട്ട് ഇപ്പോൾ ഫോട്ടോസൊക്കെ കാണുന്നതുകൊണ്ട് വളരെ സന്തോഷം. എന്താ പറയുക, നമ്മുടെ ഒരു നല്ല ഫോട്ടോ അടിച്ചേ.